ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ എത്രത്തോളം വഴി നടത്തുന്ന വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രമർപ്പിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ദൈവം നമ്മളേവരെയും കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. നല്ലൊരു പാഠപഠനത്തിനായി ദൈവം നമ്മളേവരെയും വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാളിതുവരെയും ആ വലിയ ചിറകിൻ മറവിൽ നമ്മെ മറച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് പഠിക്കുവാനുള്ളത് 6ാമത്തെ പാഠമാണ്. 6ാമത്തെ പാഠം പ്രാർത്ഥനാ വീരന്മാർ എന്നതാണ് പാഠത്തിൻ്റെ തലക്കെട്ട്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ സ്തോത്രം. ഈ സുദൃഢരായ അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. നാളിതുവരെയും ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ച് അടിയങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിച്ച വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെയും അവിടുന്ന് ക്ഷമിച്ചു തന്നു കർത്താവെ സ്തോത്രം. അങ്ങനെ വചനം പഠിപ്പാൻ കർത്താവെ കൃപ തന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. അടിയങ്ങൾ പാഠപഠനത്തിലേക്ക് കടക്കുന്നു. ഇതൊന്നും അടിയങ്ങളുടെ കഴിവല്ല പച്ചാ സ്തോത്രം. അവിടുന്ന് തരുന്ന ദാനത്താൽ അവിടുത്തെ കൃപയാൽ അടിയങ്ങൾ പഠിക്കുന്ന പച്ചാ സ്തോത്രം. അത് വേണ്ടും വിധം പരിശുദ്ധാത്മാവിനാൽ പഠിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ അത് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം പഠിപ്പിക്കുന്ന അടിയനെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ അടിയനോട് കൂടി ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ സ്തോത്രം. അവിടുത്തെ കൃപയിൽ കർത്താവെ പാഠപഠനം നന്നായി നടത്തുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ. അടിയങ്ങളെ കർത്താവെ അവിടുന്ന് പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. പാഠപഠനത്തിൽ പങ്കെടുക്കുന്ന അത് കേൾക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ കർത്താവെ അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാഠത്തിൻ്റെ ആശയങ്ങളെ മനസ്സിൽ സംഗ്രഹിച്ച് അത് ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാകുവാൻ അവർക്ക് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഉപരിയായി അങ്ങ് അവിടുന്ന് വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ സ്തോത്രം. കല്ലറയിൽ കിടന്ന് അങ്ങയെ നോക്കുന്നവരായിട്ടല്ല, അങ്ങയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് അങ്ങയോട് ചേർന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവരായി അടിയങ്ങളെയും കണക്കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ പിടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നാം പഠിക്കാൻ പോകുന്നത് 6ാമത്തെ പാഠം പ്രാർത്ഥനാ വീരന്മാർ. അതിൻ്റെ മനപ്പാഠവാക്യം: യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കുന്നു. സങ്കീർത്തനം 116:1-2 വാക്യങ്ങൾ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കുന്നു. ഈ പാഠത്തിൻ്റെ ആമുഖം: നമ്മളെല്ലാവരും ദൈവവുമായുള്ള അടുത്ത ബന്ധത്തിൽ വളരുന്നവരോ അല്ലെങ്കിൽ ദൈവവുമായി അടുത്ത ബന്ധത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവരോ ആണ്. അപ്രകാരം നാം ദൈവവുമായി അടുത്ത ബന്ധത്തിൽ വളരുമ്പോൾ നമ്മളും ദൈവവും തമ്മിൽ ഒരു ആശയവിനിമയം സാധ്യമാകണം. ഈ ആശയവിനിമയത്തിനുള്ള 2 സാധ്യതകളാണ് വേദപുസ്തക പഠനവും പ്രാർത്ഥനയും. ദൈവം നമ്മോട് സംസാരിക്കുന്നത് വേദപുസ്തകത്തിലെ തിരുവചനങ്ങളിലൂടെയും നാം ദൈവത്തോട് സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം ഭാഷയിലുള്ള പ്രാർത്ഥനകളിലൂടെയുമാണ്. പ്രാർത്ഥനകൾ അന്യഭാഷകളിലുമാവാം. പക്ഷെ നാം ഉപയോഗിക്കുന്ന അന്യഭാഷ നമുക്ക് വിവേചിച്ചറിയുവാനും വ്യാഖ്യാനിക്കുവാനും കഴിയണം. കുറഞ്ഞ പക്ഷം ലിപികളുടെ അടിസ്ഥാനത്തിലും ഉള്ളതാവണം. ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, കൊങ്കിണി, തമിഴ്, കന്നഡ, തെലുങ്ക് തുടങ്ങിയ ഭാഷകളെല്ലാം മലയാളികൾക്ക് അന്യഭാഷയാണ്. അതുപോലെ തന്നെ മലയാളം മറ്റു ഭാഷക്കാർക്കും അന്യഭാഷയാണ്. ഭാഷ എന്തായാലും പ്രാർത്ഥനയാണ് പ്രധാനം. ദൈവവുമായുള്ള അടുത്ത ബന്ധത്തിൻ്റെ ഒരു അനിവാര്യ ഭാഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ഒരു ഭക്തിശീലമാണ്.
പ്രാർത്ഥന വളരെ അത്യാവശ്യമുള്ളതും നമ്മെ മാനസികമായും ധാർമ്മികമായും ബലപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനും പ്രാർത്ഥന കാരണമാകുന്നു. നാം ഇടവിടാതെ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ എത്രയും വേഗം നാം കർത്താവിൽ നിന്നും അകന്നു പോകും എന്നത് ഖേദകരമാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മെ മാത്രമല്ല അത് മറ്റുള്ളവരെയും സ്വാധീനിക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വേദപുസ്തകത്തിനുള്ള പങ്കിനെക്കുറിച്ചും തിരുവചനം നാം എപ്രകാരം പഠിക്കണം എന്നതിനെക്കുറിച്ചും കഴിഞ്ഞ 2 ആഴ്ചകളിലായി നാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ആഴ്ച നാം പഠിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. വേദപുസ്തകത്തിൽ നിന്നും വ്യത്യസ്ത രീതികളിൽ പ്രാർത്ഥിച്ച ചില വ്യക്തി ജീവിതങ്ങളെക്കുറിച്ച് നാം ഈ ആഴ്ച മനസ്സിലാക്കുന്നു. മാത്രമല്ല അവരും ദൈവവുമായുള്ള ബന്ധത്തിൽ എപ്രകാരം ഈ പ്രാർത്ഥന സ്വാധീനം ചെലുത്തി, നമുക്കെങ്ങനെ പ്രാർത്ഥിക്കാം, നമുക്ക് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്നീ കാര്യങ്ങളും നാം പഠിക്കുന്നുണ്ട്. വേദപുസ്തകത്തിലെ പ്രാർത്ഥനാ വീരന്മാരുടെ യാചനകൾ മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കുവാൻ ഈ പാഠഭാഗം നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ പഠനം വളരെ വലുതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വെറും 2 ആഴ്ച കൊണ്ട് തീർക്കുവാൻ കഴിയുന്നതിനേക്കാൾ വളരെ വിശാലമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പഠിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലെ മഹാവീരന്മാരിൽ ഒരുവനായ ദാനിയേലിനെ കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. എല്ലാവർക്കും ദാനിയേലിനെ കുറിച്ച് ധാരാളം അറിയാം. നമുക്ക് ദാനിയേലിൻ്റെ ചില ഗുണങ്ങൾ നോക്കാം. ദാനിയേലിന് ആദ്യമായിട്ട് ഹൃദയത്തിൽ നിശ്ചയിച്ച് ഉറച്ച് ഒരു തീരുമാനമുണ്ടായിരുന്നു. അതായത് ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവ് പറയുന്നതിനേക്കാൾ അവൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമെന്ന തീരുമാനം, ദൈവം വസിക്കുന്ന ആലയമായ തൻ്റെ ശരീരം മറ്റൊരാൾക്കു വേണ്ടി അശുദ്ധമാക്കില്ല എന്ന തീരുമാനം, ദൈവം കൽപ്പിച്ചു തന്ന ആരോഗ്യ നിയമങ്ങളെക്കാൾ വലുതായി മറ്റൊരു നിയമം ഇല്ല എന്ന നിശ്ചയം. നമുക്ക് നോക്കാം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദാനിയേൽ സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും ഉള്ളവനായിരുന്നു. രാജാവിൻ്റെ കൽപ്പനകൾക്ക് പകരം ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും ഹിതത്തിനും അനുസരിച്ച് ജീവിച്ചപ്പോൾ ദൈവം ദാനിയേലിനും കൂട്ടുകാർക്കും നൽകിയതായ വലിയ അനുഗ്രഹമാണ് സകല വിദ്യയിലും ജ്ഞാനത്തിലുമുള്ള ഈ സാമർഥ്യം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. മൂന്നാമത്തെ ദാനിയേലിന്റെ 3-ാമത്തെ ഒരു ഗുണമാണ് ദാനിയേൽ വിവേകിയായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം രാജാവ് മറന്നുപോയി. എന്നാൽ ആ സ്വപ്നവും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും പറയുവാനുള്ള വിവേകം ദൈവം ദാനിയേലിന് കൊടുത്തു. ദാനിയേൽ 1:17 പറയുന്നു: ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ചു വിവേകിയായിരുന്നു. അപ്പോൾ ദാനിയേലിന്റെ 4-ാമത്തെ ഗുണത്തിലേക്ക് നമുക്ക് നോക്കാം. ദാനിയേൽ ദൈവാത്മാവ് ഉള്ളവനായിരുന്നു. ദാനിയേൽ സകല വിദ്യയിലും ജ്ഞാനത്തിലും വിവേകപൂർണനായത് ദാനിയേലിന്റെ കഴിവോ മിടുക്കോ അല്ല, ദാനിയേലിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നതിനാലാണ്. സകല ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിപ്പാൻ നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനെ തിരഞ്ഞെടുത്തതിന് കാരണവും ദാനിയേലിലുള്ള ദൈവാത്മാവ് ഒന്നു മാത്രമാണ്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നെബൂഖദ്നേസർ രാജാവായ ഞാൻ ഈ സ്വപ്നം കണ്ടു. എന്നാൽ ബേൽത്ശസ്സരേ, എൻ്റെ രാജ്യത്തിലെ വിദ്വാൻമാർക്ക് ആർക്കും അതിൻ്റെ അർത്ഥം അറിയിപ്പാൻ കഴിയായക കൊണ്ട് നീ അതിൻ്റെ അർത്ഥം അറിയിച്ചു തരേണം. വിശുദ്ധന്മാരുടെ ആത്മാവ് നിന്നിലുള്ളത് കൊണ്ട് നീ അതിന് പ്രാപ്തനാകുന്നു. ഇവിടെ ബേൽത്ശസ്സർ എന്ന് പറയുന്നത് നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇവരെ പടയാളികളാക്കി ചേർക്കാൻ നേരത്തെ ദാനിയേലിനെയും കൂട്ടരെയും കൊണ്ടുവന്നപ്പോൾ ദാനിയേലിനും കൂട്ടുകാർക്കും ഇട്ടതായ പേരാണ്. അപ്പോൾ ദാനിയേലിനിട്ട പേരാണ് ഈ ബേൽത്ശസ്സർ എന്ന് പറയുന്നത്. 4 പേർക്കും വേറെ വേറെ പേരുകൾ ഇട്ടു. അതിൽ ദാനിയേലിനിട്ട പേരാണ് ബേൽത്ശസ്സർ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ബേൽശസ്സർ ദാനിയേലിനോട് പറയുകയാ, എൻ്റെ രാജ്യത്തിലെ വിദ്വാൻമാർക്ക് ആർക്കും അതിൻ്റെ അർത്ഥം അറിയിപ്പാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നീ അതിൻ്റെ അർത്ഥം അറിയിച്ചു തരേണം. നിന്നിൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് ഉള്ളതുകൊണ്ട് നിനക്കത് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് രാജാവ് ദാനിയേലിനോട് പറഞ്ഞു. അഞ്ചാമത്, ദാനിയേൽ സ്വർഗത്തിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ദാനിയേൽ 10-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ ദാനിയേൽ ഒരു മഹാദർശനം കാണുന്നുണ്ട്. ആ ദർശനത്തിന് ശേഷം ദാനിയേൽ വളരെ ക്ഷീണിതനാവുന്നു. ദർശനത്തിൽ ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ടിട്ട് ദാനിയേൽ ബോധം കെട്ട് നിലത്ത് കവിണ്ണ് വീഴുന്നുണ്ട്. അപ്പോൾ ദാനിയേലിൻ്റെ ദേഹത്ത് ഒരു കൈ തൊട്ട് ദാനിയേലിനെ എഴുന്നേൽപ്പിച്ച് മുട്ടിന്മേൽ നിർത്തുമാറാക്കിയിട്ട് ദാനിയേലിനോട് അരുളി ചെയ്യുവാനായിട്ട് ദാനിയേലിനെ സംബോധന ചെയ്തത്. ദാനിയേലിനോട് സംസാരിക്കുവാനായിട്ട് ദാനിയേലിനെ വിളിച്ചത് ഇപ്രകാരമാണ്: ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക, ഞാനിപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദർശനം ദാനിയേലിന് കിട്ടിയപ്പോൾ ഈ ദർശനത്തിൽ യേശുക്രിസ്തു ദാനിയേലിനെ വിളിച്ചത് എന്താണ്? ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ എന്നാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷനായിരുന്നു ദാനിയേൽ. ഈ ഗുണവിശേഷണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ദാനിയേൽ ദൈവവുമായുള്ള ബന്ധത്തിൽ സുസ്ഥിരമായിരുന്നു എന്നാണ്. ദൈവവുമായുള്ള ആ ഒരു സുസ്ഥിര ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിലായിരുന്നു ദാനിയേലിൻ്റെ ശ്രദ്ധയും ജാഗ്രതയും എന്ന് വ്യക്തമാണ്. ഇനി ദാനിയേൽ സകല സ്വപ്നങ്ങളും സംബന്ധിച്ച് വിവേകിയായിരുന്നത് എപ്രകാരമാണ് എന്ന് നമുക്ക് നോക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ബിംബത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്. പക്ഷേ ഈ സ്വപ്നം രാജാവ് കാണുന്നുണ്ട് എങ്കിലും നേരം വെളുത്ത് എണീറ്റപ്പോൾ എന്ത് ചെയ്തു? ഈ സ്വപ്നം കണ്ടത് ഓർക്കുന്നില്ല. കണ്ട സ്വപ്നത്തെ രാജാവ് ഓർക്കുന്നില്ല. അത് കാരണം രാജാവ് വളരെ ദുഃഖിതനാകുന്നു. രാജാവിന് പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും ഉറക്കമില്ലാതായി. ഉടനെ രാജാവ് എന്ത് ചെയ്തു? സ്വപ്നം എന്താണ് എന്നറിയിക്കുവാനായിട്ട് മന്ത്രവാദികളെയും ആഭിചാരകരെയും ശുദ്രക്കാരെയും കൽദയരെയും ഒക്കെ വിളിപ്പിച്ചു. പക്ഷെ സ്വപ്നം എന്തെന്ന് അറിയാത്തത് കൊണ്ട് ഇവർക്കാർക്കും അതിൻ്റെ അർത്ഥം പറയുവാൻ സാധിച്ചില്ല. ഇതറിഞ്ഞിട്ട് ഈ സ്വപ്നം അറിയായക കൊണ്ട് സ്വപ്നത്തിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് രാജാവിന് കോപം വർദ്ധിച്ചു. ബാബേലിലെ സകല വിദ്വാൻമാരെയും നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ രാജസേവകന്മാർ ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാനായി തിരഞ്ഞു നടന്ന് അവരെ കണ്ടെത്തി. അപ്പോൾ ഈ കൊല്ലുവാനായി അവരുടെ അടുത്തേക്ക് വന്ന അര്യാക്കിനോട് ദാനിയേൽ പറയുകയാണ്, ദാനിയേൽ വിവേകത്തോടും ബുദ്ധിയോടും കൂടി സംസാരിച്ചു. രാജാവിൻ്റെ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞ ദാനിയേൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് തനിക്ക് അല്പം കൂടി സമയം തരണമെന്നും താൻ രാജാവിനോട് ആ സ്വപ്നം എന്താണെന്നും സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്നും അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. എന്നിട്ട് തിരികെ വീട്ടിൽ ചെന്നിട്ട് കൂട്ടുകാരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. വിദ്വാൻമാരോടൊപ്പം തങ്ങളും നശിച്ചു പോകാതിരിക്കേണ്ടതിന് രാജാവിൻ്റെ സ്വപ്നത്തെക്കുറിച്ചും രഹസ്യത്തെക്കുറിച്ചും സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരുണ തേടി എന്ന് ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ താഴോട്ട് നമ്മൾ 19-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ഉടനെ തന്നെ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാനിയേലിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ദാനിയേൽ 2-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ദാനിയേലിൻ്റെ പ്രാർത്ഥനയുണ്ട്. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധമായതും ഗൂഢമായതും വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിൽ ഉള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ച് രാജാവിൻ്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇതായിരുന്നു ദാനിയേലിൻ്റെ പ്രാർത്ഥന. ദാനിയേൽ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു?
അപ്പോൾ ദാനിയേൽ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനൊരു കാരണമുണ്ട്. ദാനിയേൽ വിവേകപൂർണനായിരുന്നിട്ടും സമർത്ഥനായിരുന്നിട്ടും ദൈവാത്മാവ് ദാനിയേലിൽ ഉള്ളവനായിരുന്നിട്ടും അവനൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ ദാനിയേലിൻ്റെ ഒരു ചിട്ടയായിരുന്നു പ്രാർത്ഥന എന്നത്. ദാനിയേൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്തു പോന്നിരുന്ന ഒരു കാര്യമായിരുന്നു പ്രാർത്ഥന എന്നത്. മാത്രമല്ല, പ്രാർത്ഥനയിലൂടെ മാത്രമേ മറഞ്ഞിരിക്കുന്ന രഹസ്യത്തെ ദൈവം വെളിപ്പെടുത്തി നൽകുകയുള്ളൂ എന്നും ദാനിയേലിന് അറിയാമായിരുന്നു. പ്രാർത്ഥന എന്നത് യാചനയാണ്, അപേക്ഷയാണ്. ജ്ഞാനം, ബലം ഒക്കെ ദൈവത്തിനുള്ളതാണ്. അത് അപേക്ഷിച്ചുവെങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അത് അപേക്ഷിക്കാത്ത പക്ഷം അത് ലഭിക്കുകയില്ല എന്ന് ദാനിയേലിന് അറിയാമായിരുന്നു. അഗാധവും ഗൂഢവുമായത്, മറഞ്ഞിരിക്കുന്നത്, ഇരുട്ടിലുള്ളത് വെളിപ്പെടുത്തണമെങ്കിൽ വെളിച്ചത്തിലുള്ള ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അഗാധവും ഗൂഢവുമായത് വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വേണമായിരുന്നുവെന്ന് ദാനിയേലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ രഹസ്യം, അഗാധമായത്, അഗൂഢമായത്, ആ മറഞ്ഞിരിക്കുന്നത് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേൽ പ്രാർത്ഥിച്ച വിധം കൂടി നമുക്കൊന്ന് നോക്കാം. തൻ്റെ പ്രാർത്ഥനയിൽ ദാനിയേൽ ആദ്യം ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. പിന്നെ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെയും സർവശക്തിയെയും കുറിച്ച് എടുത്തു പറയുന്നു. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെയും ദൈവത്തിൻ്റെ സർവശക്തിയെയും ദാനിയേൽ അവിടെ വിളിച്ചു പറഞ്ഞ് അതിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം പറഞ്ഞിരിക്കുന്നു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ച് രാജാവിൻ്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ദാനിയേലിൻ്റെ യാചനയ്ക്ക് മറുപടി കൊടുത്തു. ദൈവം തന്ന ദാനത്തെ, ദാനിയേലിൻ്റെ അപേക്ഷയുടെ മറുപടി ദൈവം അവിടെ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും ദൈവം മറുപടി നൽകുന്നവനാണ് എന്നും ദാനിയേൽ അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്രകാരം യാചനയ്ക്ക് മറുപടി തന്നതിനാലും വീണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ദാനിയേൽ തൻ്റെ പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുന്നത്. ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിക്കുന്നതാണ് പ്രാധാന്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ പ്രത്യേക വിഷയത്തിനായും ദാനിയേൽ പ്രാർത്ഥിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. നന്ദിയോടുകൂടിയ സ്തുതി സ്തോത്രങ്ങൾ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ്. അങ്ങനെ ദൈവം വെളിപ്പെടുത്തി തന്ന രഹസ്യം ദാനിയേൽ രാജാവിനെ അറിയിക്കുന്നു. രാജാവ് അവിടെ കണ്ട സ്വപ്നത്തിൽ ഒരു വലിയ ബിംബമായിരുന്നു. ആ ബിംബത്തിൻ്റെ ശരിക്കുമുള്ള അർത്ഥം, വ്യാഖ്യാനം അത് ദാനിയേൽ രാജാവിനെ മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ദാനിയേൽ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിക്കുന്നു. ദാനിയേലിന്റെ ദൈവത്തെ രാജാവും അവിടെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം രാജാവ് ദാനിയേലിനെ മഹാനാക്കി ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും അവിടുത്തെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനുമാക്കി വെച്ച് ദാനിയേലിന് തൻ്റെ രാജ്യത്തിന്, തൻ്റെ കൊട്ടാരത്തിനൊരു സ്ഥാനം അവിടെ കൊടുത്തു. ദാനിയേൽ 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ദാനിയേലിനെ കുറിച്ചൊരു വലിയ സാക്ഷ്യം നമുക്ക് കാണുവാൻ കഴിയും. അത് ബേൽഷസ്സർ രാജാവിൻ്റെ ഭരണകാലത്താണ് ആ സംഭവം നടന്നത്. ദാനിയേൽ 6-ന്റെ 4-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഇതായിരുന്നു ദാനിയേലിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. ദാനിയേൽ ദൈവത്തോട് വിശ്വസ്തനായിരുന്നത് കൊണ്ട്, രാജാവിനോടും തൻ്റെ ജോലി കാര്യത്തിൽ ദൈവത്തോടും അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും ഈ പ്രധാന ദേശാധിപന്മാർക്കും വിചാരകന്മാർക്കും ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ദാനിയേൽ രാജ്യത്ത് സകല അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായിട്ട് അവിടെ വിളങ്ങി.
അങ്ങനെ രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ദാനിയേൽ തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇങ്ങനെ നിർഭയമായി ജീവിച്ചു പോരവേ ബേൽശസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. പകരം ദാര്യാവേശ് എന്ന രാജാവ് അവിടെ ഭരണം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഇരിക്കെ ദാനിയേലിന് മുൻപ് പറഞ്ഞതായ ആ പ്രധാന ദേശാധിപന്മാരും അധ്യക്ഷന്മാരുമായി ചേർന്ന ആ ദുഷ്ടക്കൂട്ടരിൽ നിന്നും ഒരു ഗൂഢാലോചന നേരിടേണ്ടി വന്നു. അതായത് അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും മറ്റൊരു കുറ്റവും അവനിൽ കണ്ടെത്തുകയില്ല എന്ന് ഇവർക്കറിയാമായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ദുഷ്ടന്മാരെന്ത് ചെയ്തെന്നറിയാമോ? ദാര്യാവേശ് രാജാവിനെ കൊണ്ട് ഒരു കൽപ്പന രാജ്യത്ത് പുറപ്പെടുവിച്ചു. 30 ദിവസത്തേക്ക് രാജാവിനെ മാത്രമേ നമസ്കരിക്കാവൂ. ഈ രാജാവിനെ അല്ലാതെ വേറെ ആരെയെങ്കിലും നമസ്കരിച്ച് പ്രാർത്ഥന കഴിച്ചാൽ അവന് സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളയും എന്നതായിരുന്നു ആ കൽപ്പന. അങ്ങനെ രാജാവിൻ്റെ ഈ കൽപ്പന വന്നതിന് ശേഷവും ദുഷ്ടന്മാരെന്ത് ചെയ്തു? ദാനിയേലിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. ദാനിയേൽ ഒട്ടും മടിക്കാതെ തന്നെ തൻ്റെ വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിച്ചു. നമുക്ക് നോക്കാം ദാനിയേൽ 6:10-11 വാക്യങ്ങൾ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദാനിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് നാം ഈ വായിച്ചു കേട്ടത്. ഈ വാക്യത്തിൽ ദാനിയേലിനെ കുറിച്ച് നമ്മോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ വാക്യങ്ങൾ ദാനിയേലിനെ കുറിച്ച് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നു. അതായത് ദാനിയേൽ അത് അറിഞ്ഞപ്പോൾ, കൽപ്പന വന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. യെരൂശലേമിന് നേരെ തുറന്നിരുന്ന കിളിവാതിലൂടെ അങ്ങോട്ട് നോക്കി, ആ ഭാഗത്തേക്ക് നോക്കി, അറയിൽ കടന്ന് ആ ഭാഗത്തേക്ക് നോക്കി രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ ജീവിതം അവൻ മുമ്പേ മുതൽ ശീലിച്ചിരുന്നു, അതിപ്പോഴും തുടരുന്നു. അതായത് മുമ്പേ ചെയ്തു വന്നതുപോലെ, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ എന്ന വാക്യം പറയുന്നത് ഈ പ്രാർത്ഥനാ ജീവിതം ദാനിയേൽ നേരത്തെ മുതലേ ചെയ്തിരുന്നു എന്നതാണ്. മാത്രമല്ല ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നു. ദാനിയേൽ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയിരുന്നു. പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിച്ചിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഈ ദാനിയേലിനെ കുറിച്ച് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥന ദാനിയേലിന് ഒരു ശാരീരിക പ്രവൃത്തിയായിരുന്നു. സ്ഥിരതയോടെയും സ്ഥിരോത്സാഹത്തോടെയും ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി അർപ്പിക്കലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ ആയിരുന്നു. പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ ഒഴികഴിവുകളുണ്ട്. പ്രാർത്ഥന നടക്കാതിരിക്കാൻ, പക്ഷെ ആ ഒഴികഴിവുകൾ വളരെ ദുർബലമാണ്. ഇല്ല, ഞാൻ സാത്താനെ ജയിക്കാനും സന്തോഷിക്കാനും അവസരം നൽകില്ല. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിന് സാധിക്കുകയില്ല. ചിലപ്പോൾ നമ്മൾ വേണ്ടും വിധം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ചിലപ്പോൾ പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുകയില്ല. അപ്പോൾ ഈ പ്രാർത്ഥനയെ, നമ്മളിലുള്ള പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുവാൻ സാത്താന് ഭയങ്കര ഉത്സാഹമാണ്. അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കാൻ നമ്മളും എന്ത് ചെയ്യും? ഒഴികഴിവുകൾ പറയും. ഈ ഒഴികഴിവുകളെല്ലാം വളരെ ദുർബലമാണ്. നമ്മൾ ഈ ഒഴികഴിവുകൾ നമ്മളിൽ തോന്നുമ്പോൾ നാം ഒന്ന് തിരിച്ച് ചിന്തിക്കണം. ഇല്ല, ഞാൻ സാത്താനെ ജയിക്കാനും സന്തോഷിക്കാനും സാത്താൻ അവസരം നൽകില്ല. ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം മതി നമുക്ക് പ്രാർത്ഥിക്കുവാനും വേദപുസ്തക പഠനം ചെയ്യുവാനും ദൈവം നമ്മെ സഹായിക്കും. പ്രാർത്ഥനയുടെ ശരീര നിലയെക്കുറിച്ച് നമുക്കിനി ഒന്ന് ചിന്തിക്കാം. എപ്രകാരം നിന്ന് പ്രാർത്ഥിക്കണോ, ഇരുന്ന് പ്രാർത്ഥിക്കണോ, എങ്ങനെയുള്ള പ്രാർത്ഥന, ശരീരത്തിൻ്റെ അവസ്ഥ അപ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ അതിനു മുമ്പ് എന്താണ് പ്രാർത്ഥന എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങളെ ദൈവത്തോട് ഹൃദയം തുറന്ന് പങ്കുവെക്കുന്നതാണ് പ്രാർത്ഥന.
നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങളെ ദൈവത്തോട് ഹൃദയം തുറന്ന് പങ്കുവയ്ക്കുക. സങ്കടമായാലും സന്തോഷമായാലും നന്ദി അർപ്പിക്കലായാലും എന്തു തന്നെയായാലും അത് ദൈവത്തോട് ഹൃദയം തുറന്ന് പങ്കുവെക്കുന്നതാണ് പ്രാർത്ഥന. മാത്രമല്ല, ഈ പ്രാർത്ഥനയ്ക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. പ്രാർത്ഥന കാരണം ദൈവവും നമ്മളും ഉള്ള ബന്ധം ഈ പ്രാർത്ഥന എന്ത് ചെയ്യുമെന്നറിയാമോ? കൂട്ടുന്നു. അതായത് ദൈവവും നമ്മളും തമ്മിലുള്ള അകലം കുറയ്ക്കുകയും ആ ബന്ധത്തിന് ദൃഢത നൽകുകയും ചെയ്യുന്നു. നാം ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം പിശാചിനുള്ളവരല്ല, ദൈവത്തിനുള്ളവരാണ് എന്ന് പിശാചിന് മനസ്സിലാക്കാനും സാധിക്കുന്നു. അങ്ങനെ പ്രഭാതത്തിൽ നാം പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തുമ്പോൾ നാം ദൈവത്തെ തിരഞ്ഞെടുക്കുന്നു എന്ന് പൈശാചിക ശക്തിയോട് വിളിച്ചു പറയുകയാണ്. നമ്മളത് നമ്മുടെ ആ പ്രവർത്തനത്തിലൂടെ നാം ദൈവത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പൈശാചിക ശക്തിയിലേക്ക് ഞാൻ ഇല്ല, ആ പൈശാചിക ശക്തിക്കെതിരെ ഞാൻ ദൈവത്തിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുന്നു, ദൈവത്തെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു വിളിച്ചു പറയൽ കൂടിയാണ് നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം. അപ്പോൾ ദൈവം നമ്മുടെ അരികിലേക്ക് ദൂതന്മാരെ അയക്കും, പൈശാചിക ശക്തിയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് സങ്കീർത്തനക്കാരൻ 91-ാം അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ശാരീരിക പ്രവൃത്തി, മുട്ടുകുത്തുക എന്ന ആ ശാരീരിക പ്രവൃത്തി എളിമയുടെ ഒരവസ്ഥയെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ദൈവം പരമാധികാരിയാണെന്നും നാം ദൈവത്തിൻ്റെ സൃഷ്ടിക്കപ്പെട്ട മക്കളാണെന്നും നമ്മുടെ ആ പ്രവൃത്തി, ആ ശാരീരിക നില അവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം കൂടുതൽ വേഗത്തിൽ ദൈവത്തിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയും. ദാനിയേൽ ദിവസവും 3 തവണ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നു. ദാനിയേൽ 6-ാം അധ്യായത്തിൽ ഇത് വ്യക്തമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ സ്തെഫാനോസും എന്ത് ചെയ്തു? കല്ലേറ് കിട്ടി കഴിഞ്ഞപ്പോൾ അവനും മുട്ടുകുത്തി ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു ഒലിവുമലയിൽ ചെന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ നിന്നും 1 കല്ലേറ് ദൂരം മാറി നിന്നിട്ടാണ് പിതാവിനോട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലും വ്യക്തമാണ്. ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ നോക്കിയാൽ തബീദായുടെ ഭവനത്തിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതായത് തബീദായുടെ മരണം, തബീദ മരിച്ചു കഴിഞ്ഞപ്പോൾ തബീദായുടെ ഭവനത്തിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തബീദായെ മരണത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ആസിയയിലെ തൻ്റെ കൂട്ടുവിശ്വാസികളോട് തൻ്റെ മിഷണറി യാത്രകൾ നടത്തിയപ്പോൾ ആസിയയിലെ തൻ്റെ കൂട്ടുവിശ്വാസികളോട് അവസാനമായി ഇനി നമ്മൾ തമ്മിൽ കാണുകയില്ല എന്നുള്ള ആ ഒരു യാത്ര പറയുന്ന സമയത്ത്, അതായത് അപ്പോസ്തലനായ പൗലോസിനെ ബന്ധനത്തിലാക്കുന്നതിന് തൊട്ട് മുൻപ് ആസിയയിലുള്ള വിശ്വാസികളെ പോയി കണ്ടിരുന്നു. ആസിയയിലുള്ള വിശ്വാസികളെ വിളിച്ചു വരുത്തി കണ്ടിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് സംഭാഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരോട് യാത്ര പറയുന്ന സമയത്ത് അവരോടൊപ്പം ഈ പൗലോസും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇത് പുതിയ നിയമ പുസ്തകത്തിൽ പ്രാർത്ഥനയുടെ ശാരീരിക നില മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക എന്ന ആ ഒരു ശാരീരിക നിലയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയത്. കർത്താവായ യേശുക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, പ്രവാചകന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇതൊക്കെയും ആ പ്രാർത്ഥനയുടെ ഒരു ശാരീരിക നിലയാണ് നാം മനസ്സിലാക്കിയത്. എന്നാൽ പഴയ നിയമ പുസ്തകം പരിശോധിക്കുമ്പോൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു പതിവ് രീതിയായിരുന്നു എന്ന് കാണുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ യഹൂദായുടെയും യെരുശലേമിൻ്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു എന്ന് കാണുന്നു. അവിടെ യഹോശാഫാത്ത് നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചതും നിന്നുകൊണ്ടായിരുന്നു എന്ന് തന്നെ ഹന്ന തന്നെ അതേ അധ്യായത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇയ്യോബിന്റെ സുഭാഷിതത്തിൽ ഇയ്യോബ് തന്നെ പറയുന്നത് ഇയ്യോബ് ദൈവത്തോട് നിലവിളിച്ചത് എഴുന്നേറ്റ് നിന്നാണ് എന്ന് കാണുന്നു. മാത്രമല്ല, ഇപ്പോൾ മനസ്സിലാക്കിയത് പ്രാർത്ഥനയ്ക്ക് നമ്മൾ നിന്നുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം, നിന്നുകൊണ്ടുള്ള ശരീര നിലയിലും നമുക്ക് നിന്ന് പ്രാർത്ഥിക്കാം എന്നാണ്. ഇരുന്ന് പ്രാർത്ഥിച്ചവരുമുണ്ട്. ദാവീദ് രാജാവ് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞു എന്ന് 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ വ്യക്തമാണ്. ദൈവത്തിന് മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചവരുടെ ഉദാഹരണങ്ങളും വേദപുസ്തകത്തിൽ ലഭ്യമാണ്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് 4 വിധത്തിലുള്ള ശരീര നിലകൾ സ്വീകരിക്കാം. ഒന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം, മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, സാഷ്ടാംഗം വീണുകൊണ്ടും പ്രാർത്ഥിക്കാം.
നാം ഏത് ശരീരനിലയിൽ നിന്നാണ് ഇപ്പോൾ നാം ഓരോരുത്തരും, നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത്? നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ശരീരനില സ്വീകരിക്കണം എന്ന് വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. എങ്കിലും പ്രാർത്ഥനയിൽ ശരീരനില പ്രധാനമാണ്. കാരണം അത് നമ്മുടെ ആദരവ്, ആന്തരിക വികാരങ്ങൾ, ദൈവത്തിന് കീഴ്പ്പെടുവാനുള്ള നമ്മുടെ ആഗ്രഹം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. പ്രാർത്ഥനയിലെ ശരീരനില ഹൃദയത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിനായി നൽകുന്നതിൻ്റെ ആ ഒരു കീഴ്പ്പെടലിനെ, ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹത്തെയും അത് സൂചിപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:17 പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്നാണ്. കൊലോസ്യർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്നാണ്. റോമർക്കുള്ള ലേഖനം നാം നോക്കിയാലോ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നതും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്നാണ്. പ്രാർത്ഥനയ്ക്കുള്ള ഈ ആഹ്വാനങ്ങളെല്ലാം സ്ഥിരതയെയും സ്ഥിരോത്സാഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് പറയുന്നതും പ്രാർത്ഥനയിൽ ജാഗരിപ്പീൻ എന്ന് പറയുന്നതും ഇടവിടാതെ സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്നതും എല്ലാം എന്താണ്? ദൈവവുമായുള്ള ആ ബന്ധത്തിൽ നമ്മൾ അടുത്തായിരിക്കണം. നമ്മുടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് വളരെ ദൃഢമായിരിക്കണം. അതിന് പ്രാർത്ഥന വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി മുതൽ നാം നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും നമ്മുടെ ചിന്തകൾ ദൈവത്തിലേക്ക് മാത്രമായിരിക്കട്ടെ. നമ്മുടെ ഒരു അടുത്ത സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോടും സംസാരിപ്പാൻ നമുക്ക് ഈ പാഠപഠനത്തിലൂടെ കഴിയട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി നമുക്ക് ഹാനോക്കിനെ കുറിച്ച് അല്പം ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യം വായിക്കാം. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇപ്പോൾ ഹാനോക്കിനെ കുറിച്ച് അധികമൊന്നും തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും ഹാനോക്കിൻ്റെ ജീവിത രീതിയും ഹാനോക്കും ദൈവവുമായുള്ള ബന്ധവും മനസ്സിലാക്കുവാൻ ഈ വേദഭാഗങ്ങൾ നമ്മെ സഹായിക്കുന്നു. ദൈവത്തോടു കൂടെ നടക്കുന്നതായ ഒരു അനുഭവമായിരുന്നു ഹാനോക്കിൻ്റേത്. ദൈവത്തോടുള്ള സ്ഥിരമായ ഭക്തി ഹാനോക്കിൻ്റെ ജീവിതത്തെ നിർവചിക്കുന്നു, വ്യക്തമാക്കുന്നു. ഹാനോക്കിൻ്റെ ജീവിതത്തെ വ്യക്തമാക്കുന്നത് ദൈവത്തോടുള്ള സ്ഥിരമായ ഭക്തിയായിരുന്നു. ഹാനോക്ക് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ സജീവമായ അധ്വാനത്തിനിടയിൽ ജീവിക്കുവാൻ ഉപജീവനത്തിനു വേണ്ടി അധ്വാനിച്ചിരുന്നുവെങ്കിലും ദൈവവുമായുള്ള ഇടപെടൽ എന്നും നടത്തിയിരുന്നു. ദൈവവുമായുള്ള ഇടപെടൽ, ഹാനോക്കിൻ്റെ ആ ഇടപെടൽ ദൃഢമായിരുന്നു. അതെന്നും നിലനിന്നു പോന്നിരുന്നു. ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങൾ വരുമ്പോഴെല്ലാം പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയും സ്ഥിരതയും ഹാനോക്കിന് വർദ്ധിച്ചു വന്നു. തൻ്റെ ജീവിതം കൊണ്ട് ജനത്തിന് പ്രബോധനം നൽകി, ജനത്തിന് മാതൃക കാട്ടിക്കൊടുത്തതും ഹാനോക്ക് തന്നെ പ്രാർത്ഥന കൊണ്ടായിരുന്നു. ഇടയ്ക്ക് ചില നാളുകളിൽ ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്ന ദിവ്യജ്ഞാനത്തിനായിട്ട് വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് ഏകാന്തതയിൽ, അതായത് തനിച്ചു മാറിയിരുന്നു. ദൈവത്തോട് സംസാരിക്കുവാനായി മാത്രം വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു ഹാനോക്ക്. ദൈവിക പ്രതിച്ഛായ പ്രതിഫലിപ്പിച്ചിരുന്നതിനാൽ അഭക്തൻ പോലും ഹാനോക്കിൻ്റെ മുഖത്ത് സ്വർഗത്തിൻ്റെ തേജസ് കണ്ടു എന്ന് LNG വൈറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹാനോക്കിനെ പോലെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്വഭാവം നമ്മളിലും ഉണ്ടാകണമെങ്കിൽ സ്ഥിരവും നിലനിൽക്കുന്നതുമായ ഒരു ബന്ധത്തിലൂടെ ദൈവത്തോടുകൂടെ നാം നടക്കുകയും ദൈവത്തോട് നാം എപ്പോഴും ആശയവിനിമയം നടത്തുകയും ചെയ്യണം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ ആയിരുന്നാലും പ്രാർത്ഥിക്കുവാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ നോട്ടവും കേൾവിയും എത്താത്ത ഒരു സ്ഥലം ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉറക്കെയാകാമോ അതോ നിശബ്ദമായി വേണമോ എന്നുകൂടി ചിന്തിക്കാം. നാം നിശബ്ദമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ, നാം പറയുന്ന വാചകം ഒക്കെ പൂർത്തിയാക്കുവാൻ നമുക്ക് കഴിയാതെ വന്നേക്കാം. നമ്മുടെ പ്രാർത്ഥനകളിലെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് പ്രയാസം നേരിടാം. എന്നാൽ നമ്മുടെ സാധാരണ സ്വരത്തിലോ അല്പം ഉറക്കെയോ പ്രാർത്ഥിക്കുമ്പോൾ
ദൈവം യഥാർത്ഥമാണെന്നും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നും നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ദൈവത്തോട് പറയുവാൻ എനിക്ക് ഇനിയും ഉണ്ട്, ദൈവത്തോട് ബോധിപ്പിക്കുവാൻ എൻ്റെ സങ്കടങ്ങളുണ്ട്, എൻ്റെ സന്തോഷങ്ങളുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കവിടെ അനുഭവപ്പെടുന്നു. നാം അല്പം ഉറക്കി ഒന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഒരു ദിവസത്തിൽ നമ്മുടെ പ്രാർത്ഥന വളരെ പ്രാധാന്യമർഹിക്കുന്നു. യേശുവുമായുള്ള കൂട്ടായ്മയുടെ പ്രകടമായ തെളിവാണ് നമ്മുടെ പ്രാർത്ഥനകൾ. നമ്മുടെ ഓരോ ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടി ദൈവത്തോട് പറയുകയത്രേ വേണ്ടൂ എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഹൃദയം കൊണ്ട് ഹന്നായെ പോലെയും പ്രാർത്ഥിക്കാം. എന്നാൽ തന്നെത്താൻ ഉയർത്തുന്ന പ്രാർത്ഥന, പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിച്ചപ്പോഴുള്ള ആ പരീശൻ്റെ പ്രാർത്ഥന, തന്നെത്താൻ ഉയർത്തുന്ന പ്രാർത്ഥന ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. നാം ഈ ഭൂമിയിൽ എവിടെയായാലും എവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി സ്ഥലമെന്നോ വീടെന്നോ ബസ് യാത്രയെന്നോ ഇല്ലാതെ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ ഈ പാഠഭാഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ ജീവിതം നയിച്ച മറ്റൊരു പ്രധാന നേതാവാണ് മോശെ. ദൈവത്തോട് മോശെ പലതവണ സംസാരിച്ചിരുന്നതായിട്ടുള്ള സംഭാഷണങ്ങളുടെ നിരവധി വിവരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. മോശയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചു പോകാം. മോശയുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ പലതുണ്ടായിരുന്നു എങ്കിലും ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ദൈവവുമായുള്ള നിരന്തര ആശയവിനിമയത്തിനായിട്ടാണ് മോശ ചെലവഴിച്ചിരുന്നത്. മോശയുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും മോശ സംസാരിച്ചിരുന്നത് ആരോടാണ്? ദൈവത്തോടായിരുന്നു. അത്രമാത്രം അടുത്ത ദൃഢമായ ബന്ധമായിരുന്നു മോശയ്ക്ക് ദൈവവുമായിട്ട് ഉണ്ടായിരുന്നത്. പുറപ്പാട്ട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 23 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. പുറപ്പാട്ട് പുസ്തകം 33-ാം അധ്യായം 15 മുതൽ 23 വരെ. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. അതിന് അവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു. നിനക്ക് എൻ്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നും അവൻ കൽപ്പിച്ചു. ഇതാ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ ആക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളി ചെയ്തു. അപ്പോൾ സീനായ് മലമുകളിൽ വെച്ച് മോശ വരാൻ വൈകിയപ്പോൾ ജനം അഹരോന്റെ നേതൃത്വത്തിൽ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിച്ചപ്പോൾ ദൈവകോപം അവരുടെ മേൽ വന്നു. ആ വലിയ സംഭവത്തിന് ശേഷം മോശെ യഹോവയും തമ്മിൽ ആശയവിനിമയം പല പ്രാവശ്യം നടത്തിയിരുന്നു. യഹോവ മോശയോട് ആ ജനത്തെ കൂട്ടി പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പോകാൻ കൽപ്പിച്ചു. അപ്പോൾ മോശ യഹോവയോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ എന്ന് യാചിച്ചു. ദൈവകൃപ ഞങ്ങളോടുകൂടെ ഉണ്ട് എന്നത് എങ്ങനെ ഞങ്ങൾ അറിയും? തിരുസാന്നിധ്യം അറിയിപ്പാൻ കൂടെ വരണേ എന്ന് യാചിച്ചു. അപ്പം യഹോവ മോശയോട് പറയുക, അങ്ങനെ തന്നെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, നിന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മോശയ്ക്കൊരാഗ്രഹം തോന്നി, ദൈവത്തിൻ്റെ തേജസ് കാണിച്ചു തരണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം തൻ്റെ തേജസ് മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. ആ വസ്തുതയാണ് നാം വായിച്ചത്. മോശയ്ക്ക് യഹോവയുടെ തേജസ് കാണാൻ സാധിച്ചു. പക്ഷേ എന്ത് ചെയ്തു? പാറയുടെ പിളർപ്പിൽ മോശയെ ആക്കിയതിന് ശേഷം മോശയെ ദൈവത്തിൻ്റെ കൈകൊണ്ട് മറച്ചു പിടിച്ചു. കൈ നീക്കുമ്പോൾ തേജസ് കാണുമെന്നാണ് ദൈവം പറഞ്ഞത്. ഈ സംഭാഷണത്തിൻ്റെ രീതി എങ്ങനെയെന്ന് നമ്മൾ നോക്കിയാൽ ദൈവം കൊടുത്തതായ വാഗ്ദത്തം മോശ അവിടെ എടുത്തു പറയുന്നുണ്ട്. ദൈവം കൊടുത്തിരുന്നതായ ഒരു വാഗ്ദത്തം
മോശ അവിടെ എടുത്തു പറയുന്നുണ്ട്, തിരുസാന്നിധ്യം, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. ഈ മോശ പറയുന്നതിന് മുൻപേ പറയുന്നുണ്ട്, പിതാക്കന്മാർക്ക് കൊടുത്ത ആ വാക്കുണ്ടല്ലോ, ആ വാഗ്ദത്തമുണ്ടല്ലോ, ആ വാഗ്ദത്ത പ്രകാരം നീ ഞങ്ങളോടുകൂടെ പോരണമേ എന്ന്. അപ്പോൾ ദൈവം പിതാക്കന്മാർക്ക് കൊടുത്തിരുന്നതായ ആ വാഗ്ദത്തം മോശ എടുത്തു പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണമേ എന്ന് യാചിക്കുന്നത്. തൻ്റെ ആഗ്രഹത്തെ അപേക്ഷയായിട്ടാണ് ദൈവത്തെ മോശ അറിയിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കുകളിൽ മോശയെ കരുതുന്ന, സുരക്ഷിത സ്ഥാനത്താക്കുന്ന ഒരു പ്രധാന ഭാഗം അവിടെ കാണുന്നുണ്ട്. ദൈവം കടന്നു പോകുമ്പോൾ, തേജസ് കാണിക്കാനായിട്ട് ദൈവം കടന്നു പോകുമ്പോൾ ഒരു പാറയുടെ പിളർപ്പിലാക്കിയിട്ട് ദൈവം കൈകൊണ്ട് മറയ്ക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മോശയെ ദൈവം കരുതുകയാണ് ഒരു സുരക്ഷിത സ്ഥാനത്താക്കിയതിന് ശേഷം. അതിന് കാരണം എന്താ, ദൈവത്തെ കാണുന്നവർ ജീവനോടെ ശേഷിക്കുകയില്ല എന്ന് ദൈവം തന്നെ മോശയോട് പറയുന്നുണ്ട്. അപ്പോൾ മോശ വീണ്ടും ജീവിച്ചിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് മോശയെ എന്ത് ചെയ്തു, പാറയുടെ പിളർപ്പിലാക്കിയതിന് ശേഷം ഒരു കൈ കൊണ്ട് മോശയെ മറച്ചു പിടിച്ചിട്ടാണ് ദൈവം കടന്നുപോയത്. കൈ നീക്കിയപ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ മുഖം കാണാവതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എൻ്റെ പിൻഭാഗം മാത്രം കാണാം, അത് എൻ്റെ മുഖം നിനക്ക് കാണാവതല്ല. കാരണം ദൈവത്തെ കാണുന്നവർ ജീവനോടെ ശേഷിക്കുകയില്ല എന്ന് ദൈവം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മെ അറിയുന്നവൻ ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന് നമുക്കവിടെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ തേജസ് കാണുമ്പോഴും കണ്ടതിന് ശേഷവുമുള്ള വസ്തുതകളെക്കുറിച്ച് ദൈവം ആ ഭാഗത്ത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ഏറിയ ഭാഗവും ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും ഇസ്രായേൽ മക്കൾ പുറപ്പാട് പുസ്തകത്തിലെ പ്രധാന ഭാഗമായിരുന്നു എങ്കിലും അവർ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുവാൻ തയ്യാറായില്ല. മോശ മുഖാന്തരമാണ് ഇസ്രായേല്യർ ദൈവത്തോട് സംസാരിച്ചിരുന്നത്. ദൈവത്തിന് പകരം തങ്ങളോട് മോശ സംസാരിച്ചാൽ മതി എന്നവർ പറഞ്ഞു. അവർ യാചിച്ചത് അത്രയും മോശയോടായിരുന്നു. നമുക്ക് നോക്കാം, പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്തു നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്ക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ദൂരത്തു നിന്നു. മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്തു ചെന്നു. ഇവിടെ മോശയാണ് ദൈവത്തോട് സംസാരിക്കുവാനായി ചെല്ലുന്നത്. ജനം എന്ത് ചെയ്യുന്നു, ദൈവത്തിൽ നിന്നും മാറി പോകുന്നു. ഇതേ പർവ്വതത്തിലെ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ അനുഭവം മുതൽ മോശയെ ദൈവം ഒരുക്കുകയായിരുന്നു. മോശ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു. മോശ നയിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദൈവത്തോട് മോശ മാർഗനിർദ്ദേശം ചോദിച്ചിരുന്നു. മോശ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചിരുന്നു എന്നും അവിടെ കാണുന്നു. മോശയുടെ മധ്യസ്ഥത ഏതൊക്കെ സന്ദർഭങ്ങളായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അവിടെ നമുക്ക് അഹരോൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം. 10 കൽപ്പനകൾ എഴുതിയ സാക്ഷ്യ പലകകൾ കൊണ്ട് മോശ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരാൻ അല്പം താമസിക്കുന്നത് അറിഞ്ഞ ജനം അഹരോൻ്റെ അടുക്കൽ ചെന്ന്, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് അഹരോനോട് ഈ ജനം പറയുക. അപ്പോൾ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് ജനം പറഞ്ഞു. അപ്പോൾ അഹരോൻ പറയുകയാ, നിങ്ങളുടെ സ്ത്രീകളുടെ കാതിലെ പൊൻകുണുക്കൊക്കെ പറിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞു. അപ്പം ജനം എന്ത് ചെയ്തു, അവർക്കിടയിലെ സ്ത്രീകളുടെ സ്വർണം മൊത്തം എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അഹരോന് കൊത്തുളി ഉപയോഗിച്ച് ഈ സ്വർണം കൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ജനം എന്ത് ചെയ്തു, ഒരു യാഗപീഠവും പണിതു. അതിന് ഇസ്രയേലിൻ്റെ ദൈവം എന്ന് നാമവും കൊടുത്തു. ഇസ്രയേൽ ദേശത്ത് നിന്ന് നമ്മളെ കൊണ്ടുവന്ന യഹോവ ഇതാണ് എന്നവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇത് കണ്ട ദൈവത്തിന് കോപം വന്നു. പക്ഷേ മോശ എന്ത് ചെയ്തു, തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. ജനത്തിന് വിരോധമായി കോപം ജ്വലിക്കുന്നത് എന്ത്? മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്നും നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ എന്ന് മോശ ദൈവത്തോട് യാചിച്ചു.
അപ്രകാരം മോശയുടെ യാചനാ ഫലമായി യഹോവ ഇസ്രായേൽ ജനത്തിനും അഹരോനുമെതിരെ കോപിക്കാതെ അവരോട് അനുതപിച്ചു എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നു. രണ്ടാമത് നമുക്ക് മിര്യാമിൻ്റെ കഥയൊന്ന് നോക്കാം. അവിടെയും മോശയുടെ മധ്യസ്ഥതയാണ് കാണുന്നത്. മിര്യാമിന് നേരെ യഹോവയുടെ കോപം ജ്വലിച്ചു. അതായത് ഈ അഹരോനും മിര്യാമും മോശയ്ക്ക് നേരെ ദോഷം ചെയ്തു. മോശയ്ക്ക് നേരെ എന്ത് ചെയ്തു? മോശയുടെ അസൂയയോടെ പ്രവർത്തിച്ചു, മോശയെ ഉപദ്രവിച്ചു, മോശയോട് മോശമായിട്ട് പെരുമാറി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ദൈവത്തിന് ഈ അഹരോനോടും മിര്യാമിനോടും കോപം വന്നു. അപ്പോൾ മിര്യാമിന് നേരെ യഹോവയുടെ കോപം ജ്വലിച്ചപ്പോൾ മിര്യാം കുഷ്ഠരോഗിണിയായി തീർന്നു. ആ സന്ദർഭത്തിലും മോശ മിര്യാമിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ട് മിര്യാമിനെ സൗഖ്യമാക്കി. ഇവിടെ അതിശയകരമായ രസകരമായ ഒരു വസ്തുത എന്നത് മിര്യാമിൻ്റെ മോശം പെരുമാറ്റത്തിനും അസൂയയ്ക്കും ഇരയായത് മോശ തന്നെയാണ്. ആ മോശ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മിര്യാമിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചതും. തന്നെ ഉപദ്രവിച്ചതിനാൽ അഹരോനും മിര്യാമിനും തക്കതായ ശിക്ഷ ദൈവം നൽകട്ടെ എന്ന് ചിന്തിച്ച് മോശയ്ക്ക് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. പക്ഷേ തൻ്റെ സഹോദരിയോട് ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് അവിടെ മോശയ്ക്കുണ്ടായിരുന്നു. അവളുടെ രോഗശാന്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ് മോശ അവിടെ ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന കൃപയുടെ പ്രതിഫലനമാണ് നമുക്കവിടെ മോശയുടെ പ്രവൃത്തികളിൽ തെളിയുന്നത്. മത്തായി 5:44 പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇതേ വസ്തുത തന്നെ കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് കാണാം. കൊലോസ്യർ 3:13 പറയുന്നു, അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഇന്ന് നമുക്ക് ചെയ്യുവാൻ പ്രയാസകരമായതും എന്നാൽ നാം വളരെ അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ടതുമായ ഒരു വസ്തുതയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നത്. കാരണം ക്ഷമ എന്ന ശീലം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭാവമാണ്. ദൈവിക ഭാവമായ ക്ഷമാശീലം നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറാൻ സഹായിക്കും. മോശ അഹരോനും മിര്യാമിനും വേണ്ടി പ്രാർത്ഥിച്ചു. അഹരോനോടും മിര്യാമിനോടും മോശ ക്ഷമിച്ചു. ഇത് ദൈവിക ഭാവമാണ് മോശ അവിടെ പ്രതിഫലിപ്പിച്ചത്. അപ്രകാരം മോശയെ പ്രതിഫലിപ്പിച്ചതുപോലെയുള്ള ദൈവിക ഭാവങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മോശ തൻ്റെ സഹോദരങ്ങളായ അഹരോനും മിര്യാമിനും വേണ്ടി മാത്രമാണോ പ്രാർത്ഥിച്ചത്? അല്ല. മിര്യാമിനും അഹരോനും വേണ്ടി മാത്രമല്ല മധ്യസ്ഥത വഹിച്ചത്. മോശ ഒരു ജനത്തിനു വേണ്ടിയും അവിടെ സാക്ഷ്യം വഹിച്ചിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായിച്ചു കളയണമേ. ഇവിടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ എൻ്റെ പേർ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയണം എന്നതായിരുന്നു മോശയുടെ യാചന. അപ്പോൾ നമ്മുടെ പേരുകൾ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എഴുതുന്ന ഒരു പുസ്തകം ദൈവത്തിനുണ്ട്. അതിൽ പേരെഴുതുവാനും ആവശ്യമെങ്കിൽ അത് മായിച്ചു കളയുവാനും ദൈവത്തിന് കഴിയും. അത് നമ്മുടെ പ്രവൃത്തിയെ ആശ്രയിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ദൈവജനത്തിനു വേണ്ടി മോശ ധൈര്യപൂർവ്വം വീണ്ടും വീണ്ടും മധ്യസ്ഥം വഹിച്ചു. ജനങ്ങൾക്ക് യാത്രക്കിടയിൽ ദാഹിച്ചപ്പോൾ മാറായിലെ ജലം മധുരമാക്കി അവരുടെ ദാഹം അകറ്റുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് മോശയാണ്. ജനത്തിന് വിശന്നപ്പോൾ മന്ന എന്ന അപ്പത്തിനു വേണ്ടി ദൈവത്തോട് യാചിച്ചത് മോശയാണ്. ജനം കടുത്ത നിരാശയിലായിരുന്നപ്പോൾ അവരെ ബലപ്പെടുത്തുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ജനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചത് മോശയാണ്. പൊന്നുകൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച് പാപം ചെയ്തപ്പോഴും മോശ ദൈവത്തിലേക്ക് തിരിഞ്ഞ് തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഇസ്രയേലിയർ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ മോശ തൻ്റെ ജനത്തെ അവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറും നിങ്ങളുടെ നേരെ കോപിച്ച കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു. എന്നാൽ യഹോവ ആ പ്രാവശ്യവും എൻ്റെ അപേക്ഷ കേട്ടു. അപ്പോൾ മോശ അവിടെ പ്രാർത്ഥിച്ചതുകൊണ്ട് മോശയുടെ മധ്യസ്ഥതയിലുള്ള ആ പ്രാർത്ഥനയിൽ അപേക്ഷയിന്മേലാണ് ദൈവം ആ ജനത്തോട് അവിടെ ക്ഷമിച്ചത്. ഇനി ഒറ്റുകാർ വാഗ്ദത്ത നാട്ടിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴും മോശ ഇതേ വസ്തുത തന്നെ ജനത്തെ ഓർമ്മിപ്പിച്ചു. എൻ്റെ പ്രാർത്ഥനയാലാണ് എൻ്റെ
യാചനകളാലാണ് ദൈവം ക്ഷമിച്ചത് എന്ന് ഓർമ്മിപ്പിച്ചു എന്ന് ആവർത്തന പുസ്തകം 9:25 പറയുന്നു. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ലേവി മറ്റു ഗോത്രങ്ങളിൽ നിന്നും വേർപെടുത്തപ്പെട്ടപ്പോഴും മോശ ഇതേ വസ്തുത 3-ാം പ്രാവശ്യവും അവിടെ ജനത്തോട് പറയുന്നുണ്ട്. ആ പ്രാവശ്യവും എൻ്റെ അപേക്ഷ ദൈവം കേട്ടു എന്ന് ആവർത്തന പുസ്തകത്തിൽ 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം മോശ ജനത്തിനായി മധ്യസ്ഥത വഹിച്ചത് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. മോശയ്ക്ക് ദൈവത്തോട് ആഴമായ സ്നേഹമുണ്ടായിരുന്നു. ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ദൈവ തേജസ്സെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ദൈവത്തെ കണ്ടിട്ടില്ല എങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രം മോശയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ചിത്രം? എന്താണ് മോശയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ വ്യക്തമായ ചിത്രം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും പാപവും അതിക്രമവും ക്ഷമിക്കുന്നവൻ. ദീർഘക്ഷമയുള്ളവനാണ്, കരുണയുള്ളവനാണ് ദൈവം, കൃപയുള്ളവനാണ്, മഹാദയയും വിശ്വസ്തതയും ഉള്ളവനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വാഗ്ദത്ത ദേശത്തേക്കുള്ള ക്ഷീണിച്ച യാത്രയുടെ ഉയർച്ച താഴ്ചകളിൽ ദൈവത്തെ മുറുകെ പിടിച്ചപ്പോഴും മോശ ധൈര്യശാലിയും വിശ്വസ്തനുമായിരുന്നു. ദൈവത്തിൻ്റെ ശക്തിയിലും സാന്നിധ്യത്തിലും ആശ്രയിച്ചായിരുന്നു മോശയുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിരുന്നത്. ജീവിതത്തിലെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും മോശ എന്ത് ചെയ്തിരുന്നു? തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. മോശ തൻ്റെ പ്രാർത്ഥനകളിലും യാചനകളിലും ജനത്തിനു വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളിലും ദൈവത്തിൻ്റെ ഉടമ്പടികളെ എടുത്തു പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ കാലത്തെ ദൈവത്തിൻ്റെ ദിവ്യ നടത്തിപ്പ് മോശയുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെട്ടിരുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ഉടമ്പടികളും ദിവ്യ നടത്തിപ്പുകളും ഒക്കെ പറഞ്ഞുകൊണ്ട്, സൂചിപ്പിച്ചുകൊണ്ട്, ഓർമ്മിപ്പിച്ചുകൊണ്ട്, നന്ദിയോടെ സ്തോത്രം അർപ്പിച്ചുകൊണ്ടായിരുന്നു മോശ ദൈവത്തോട് സംസാരിച്ചിരുന്നത്. ദൈവത്തിൻ്റെ പ്രിയനായ മോശയ്ക്ക് തൻ്റെ യാചനകളുടെ, മോശയുടെ അപേക്ഷകളുടെ മറുപടി ദൈവത്തിൽ നിന്നും ലഭിച്ചു. ഒരുപക്ഷെ അത് യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ ആയിരിക്കാം. ആ മറുപടി ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ഒരുപക്ഷെ യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ ആയിരിക്കാം. ഉത്തരം എന്ത് തന്നെ ആയാലും, അതേ എന്നോ അല്ല എന്നോ അല്ലെങ്കിൽ പോസിറ്റീവ് ഉത്തരമോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഉത്തരമോ ആയാലും ദൈവവുമായുള്ള ബന്ധത്തിൽ തന്നെ തുടരുക എന്നതായിരുന്നു, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക എന്നതായിരുന്നു മോശയുടെ പ്രത്യേകത. എൻ്റെ പ്രാർത്ഥനയുടെ ഫലം, പ്രാർത്ഥനയുടെ മറുപടി യെസ് ആയാലും നോ ആയാലും, പോസിറ്റീവായാലും നെഗറ്റീവായാലും ദൈവവുമായുള്ള ബന്ധത്തിൽ തുടരുന്നതിനായി വീണ്ടും 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 പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു മോശയുടേത്. അതായത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം, അതായത് നമ്മളുടെ യാചനകൾക്ക് നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കുക എന്നത് മാത്രമല്ല ദൈവവുമായുള്ള ബന്ധം. ഏതു സാഹചര്യമായാലും, കഷ്ടത, സങ്കടം, സന്തോഷം, സുഖദുഃഖങ്ങൾ എന്തായാലും സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കണം എന്നാണ് മോശ എന്ന പ്രാർത്ഥനാ വീരൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നമുക്കും നന്മകൾ വരുത്തും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത് എപ്പോഴും സാത്താനാണ്. നാം പ്രാർത്ഥിക്കാൻ സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് സാത്താൻ പോരാടും. നാം അവയെ മറികടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് തോന്നുക, വേറെ പല ചിന്തകൾ കടന്നു വരിക, പെട്ടെന്ന് പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ഉയർച്ച താഴ്ച, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ചിന്തകളിൽ തടസ്സങ്ങൾ വരിക. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയെ നേരിടുന്ന
പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. ഇവയൊക്കെയും നമുക്ക് മറികടക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. അതിനായി നാം പ്രത്യേകം ദൈവത്തിൽ ആശ്രയിക്കണം. പ്രാർത്ഥന എന്നത് നമ്മുടെ ഒരു ആയുധമാണ്. സാത്താനെ നേരിടുന്നത് സാത്താനുമായുള്ള ജഡരക്തങ്ങളോടല്ല നമ്മളുടെ പോരാട്ടം, ദുഷ്ടാത്മ ശക്തിയോടാണ്, ദുഷ്ടാത്മ സേനയോടാണ്. അവരോടുള്ള ആ ദുഷ്ടശക്തിയോടുള്ള നമ്മുടെ ആ പോരാട്ടത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്രകാരം പ്രാർത്ഥിക്കുവാൻ, നല്ല പ്രാർത്ഥനകളിൽ മുന്നിട്ടിറങ്ങുവാൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ, ജാഗ്രതയോടെ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ചിന്ത ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. നമ്മുടെ ആവശ്യങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഭയങ്ങളും ഉത്കണ്ഠകളും എല്ലാം ദൈവം മുമ്പാകെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുക. നമ്മുടെ സങ്കടങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതും അവൻ്റെ സ്നേഹഹൃദയത്തെ സ്പർശിക്കുന്നു. നാം നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ച് ദൈവത്തോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹഹൃദയത്തെ അവയെല്ലാം സ്പർശിക്കും. നമ്മുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നതെല്ലാം നാം ദൈവത്തോട് അറിയിക്കണം. അവന് വഹിക്കാൻ കഴിയാത്തതൊന്നുമില്ല, കാരണം അവൻ സകല ലോകങ്ങളെയും വഹിക്കുന്നവനാണ്. പ്രപഞ്ചത്തിലെ കാര്യങ്ങളെ എല്ലാം ഭരിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തോടാണ് നാം നമ്മുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും യാചനകളും നാം കഴിക്കേണ്ടത്. നമ്മുടെ അനുഭവത്തിലെ എത്ര ഇരുണ്ട അധ്യായവും അവന് വായിക്കുവാൻ കഴിയും. ചുണ്ടിൽ നിന്നുയരുന്ന ആത്മാർത്ഥ പ്രാർത്ഥന കർത്താവ് ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമുള്ളതായിരിക്കുമാറാകട്ടെ. ഹാനോക്ക് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഹന്ന പ്രാർത്ഥിച്ച പോലെ, ദാനിയേൽ പ്രാർത്ഥിച്ച പോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനായി ഈ പാഠഭാഗം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും കാത്തരുളുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നല്ല ദിവസത്തിൽ കർത്താവെ നല്ലൊരു പാഠപഠനം അടിയങ്ങൾക്കായി ദാനം ചെയ്ത വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗ നന്മകളാൽ കർത്താവെ പാഠപഠനത്തിൽ അടിയങ്ങളെ നയിച്ച് വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യത്തിന് നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. തുടർന്നും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, ജാഗ്രതയോടെ പ്രാർത്ഥിപ്പാൻ കർത്താവെ, അങ്ങയുമായുള്ള ഒരു നല്ല ബന്ധത്തിൽ സുസ്ഥിരമായിരിക്കാൻ കർത്താവെ സ്തോത്രം ഞങ്ങൾക്ക് സഹായകമാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പഠനം കേട്ട എല്ലാ ദൈവമക്കളെയും കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവവുമായുള്ള അടുത്ത ബന്ധത്തിൽ നല്ല രീതിയിൽ പ്രാർത്ഥിപ്പാൻ, ദൈവത്തോട് യാചിപ്പാൻ, തൻ്റെ സങ്കടങ്ങളെ, സന്തോഷങ്ങളെ, ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അറിയിപ്പാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ജീവൻ വെടിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.